നമസ്കാരം, സണ്ണി സീഡ്സ് PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോ ഡിസ്കഷൻ ടോപ്പിക്. റാങ്ക് ബൂസ്റ്റർ സീരീസ് ആണ്. കറണ്ട് അഫേഴ്സ് 2023 ജനുവരി 2023 ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ പഠിച്ചു പോകാനായിട്ടും ശ്രമിക്കണം. നമുക്കിതിനോടൊപ്പം റിവിഷനും ഉണ്ടായിരിക്കും. തുടങ്ങാം. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് എവിടെയാണ്? കണ്ണൂരാണ്. 2023 സാരസ് കൗശലമേളയുടെ വേദി ജമ്മു കാശ്മീർ. റവന്യൂ പോലീസ് സംവിധാനം നിർത്തലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ജല്ലിക്കെട്ട് 2023 മത്സരങ്ങൾ നടന്നത് മധുരയിൽ. നമുക്ക് റിവേഴ്സായിട്ട് ഒന്ന് റിവൈസ് ചെയ്യാം. ജല്ലിക്കെട്ട് 2023 മത്സരങ്ങൾ നടന്നത് എവിടെയാ? മധുരയിൽ. റവന്യൂ പോലീസ് സംവിധാനം നിർത്തലാക്കിയ സംസ്ഥാനം ഏതാ? ഉത്തരാഖണ്ഡ്. 2023 സാരസ് കൗശലമേളയുടെ വേദി എവിടെയായിരുന്നു? ജമ്മു കാശ്മീർ. പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് എവിടെയാണ്? കണ്ണൂർ. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചല്ലോ. റവന്യൂ പോലീസ് സംവിധാനം നിർത്തലാക്കിയത് ഉത്തരാഖണ്ഡ്. ജല്ലിക്കെട്ട് 2023 മത്സരങ്ങൾ നടന്നത് മധുര. 2023 സാരസ് കൗശലമേളയുടെ വേദി ജമ്മു കാശ്മീർ. വിദ്യാർത്ഥികളുടെ സ്കൂൾ ബസ്സുകളുടെ യാത്ര നിരീക്ഷിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ ആപ്പ് ഏതാണ്? വിദ്യാവാഹനാണ് വിദ്യാർത്ഥികളുടെ സ്കൂൾ ബസ് യാത്ര നിരീക്ഷിക്കാൻ വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ ആപ്പ്. മേതൈ സാംസ്കാരിക ആചാരത്തിൻ്റെ ഭാഗമായി ഇമോയിന്യു ദിനം ആഘോഷിക്കുന്നത് എവിടെയാണ്? മണിപ്പൂരിലാണ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയായിരിക്കും അല്ലേ? മേതൈ സാംസ്കാരിക ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഇമോയിന്യു ദിനം ആഘോഷിക്കുന്നത് മണിപ്പൂരിലാണ്. ഗോവയിലെ ഗ്രീൻഫീൽഡ് ഇൻ്റർനാഷണൽ എയർപോർട്ടിന് ആരുടെ പേരിടാനാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്? മുൻ പ്രതിരോധ മന്ത്രിയും ഗോവ മുഖ്യമന്ത്രിയുമായ മനോഹർ പരീക്കറിൻ്റെ പേരിടാനാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. ഗോവയിലെ ഗ്രീൻഫീൽഡ് ഇൻ്റർനാഷണൽ എയർപോർട്ടിന് ആരുടെ പേരിടാനാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്? മുൻ പ്രതിരോധ മന്ത്രിയും ഗോവ മുഖ്യമന്ത്രിയുമായ മനോഹർ പരീക്കർ. മുഴുവൻ ഗോത്രവർഗ്ഗക്കാർക്കും ആവശ്യ രേഖകൾ ഉറപ്പാക്കിയ കേരളത്തിലെ ആദ്യ ജില്ല വയനാട്. അതായത് ആധാർ കാർഡുകൾ, റേഷൻ കാർഡുകൾ, ജനന മരണ സർട്ടിഫിക്കറ്റുകൾ, തെരഞ്ഞെടുപ്പ് ID കാർഡുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ, ആരോഗ്യ ഇൻഷുറൻസ്, അങ്ങനെ തുടങ്ങിയ എല്ലാ അടിസ്ഥാന രേഖകളും സൗകര്യങ്ങളുമൊക്കെ ഗോത്രവർഗ്ഗക്കാർക്ക് നൽകുന്ന രാജ്യത്തെ തന്നെ ആദ്യത്തെ ജില്ലയാണ് വയനാട്. ഒക്കെയാണല്ലോ. മുഴുവൻ ഗോത്രവർഗ്ഗക്കാർക്കും ആവശ്യ രേഖകൾ ഉറപ്പാക്കിയ കേരളത്തിലെ ആദ്യ ജില്ല വയനാട്. വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി നൽകുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ബീഹാറാണ്. വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി നൽകുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ബീഹാർ. ഇന്ത്യയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളം. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലം. ദി സിറ്റിസൺ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് കൊല്ലം ജില്ല ഈ നേട്ടം കൈവരിക്കുന്നത്. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലം. ഭരണഘടനാ സാക്ഷരത കൈവരിച്ച പഞ്ചായത്ത് ഏതാണ്? കുളത്തൂപ്പുഴ. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലം. ഭരണഘടനാ സാക്ഷരത കൈവരിച്ച പഞ്ചായത്ത് കുളത്തൂപ്പുഴ. 2023 റിപ്പബ്ലിക് പരേഡിൽ കേരളം അവതരിപ്പിച്ച ഫ്ലോട്ടിൻ്റെ വിഷയം എന്തായിരുന്നു? സ്ത്രീ ശാക്തീകരണമായിരുന്നു 2023 റിപ്പബ്ലിക് പരേഡിൽ കേരളം അവതരിപ്പിച്ച ഫ്ലോട്ടിൻ്റെ വിഷയം. ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കേരളം. ഒന്ന് റിവൈസ് ചെയ്യാം. വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി നൽകുന്ന ആദ്യ സംസ്ഥാനം ഏതാ? ബീഹാറാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയതോ? കേരളമാണ്. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലം. ഭരണഘടനാ സാക്ഷരത കൈവരിച്ച പഞ്ചായത്ത് കുളത്തൂപ്പുഴ. മുഴുവൻ ഗോത്രവർഗ്ഗക്കാർക്കും ആവശ്യരേഖകൾ ഉറപ്പാക്കിയ ആദ്യത്തെ ജില്ല വയനാട്. ഓക്കെ. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തൻ്റെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി ആരംഭിച്ച പുതിയ ക്യാമ്പയിൻ എന്താണ്? ദീദിർ സുരക്ഷ കവച്. അടുത്ത ഒരു വർഷത്തേക്ക് സംസ്ഥാന ഭക്ഷ്യ സുരക്ഷാ പദ്ധതിയുടെ SFSSൻ്റെ ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം 5 കിലോഗ്രാം അരി സൗജന്യമായി വിതരണം ചെയ്യാൻ നിർദ്ദേശം നൽകിയത് ആരാണ്? ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കാണ്.
അടുത്ത ഒരു വർഷത്തേക്ക് സംസ്ഥാന ഭക്ഷ്യ സുരക്ഷാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം 5 കിലോഗ്രാം അരി സൗജന്യമായി വിതരണം ചെയ്യാൻ നിർദ്ദേശം നൽകിയത് ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്. 2023 ജനുവരി 4 രാജസ്ഥാനിലെ പാലിയിൽ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ 18ാമത് ദേശീയ ജാംബോരി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവാണ്. 2023 ജനുവരി 4 രാജസ്ഥാനിലെ പാലിയിൽ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ 18ാമത്തെ ദേശീയ ജാംബോരി ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു. തിരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വാസയോഗ്യമായ ഭൂമി സൗജന്യമായി വിതരണം ചെയ്യുന്നതിനായി മധ്യപ്രദേശ് റെസിഡൻഷ്യൽ ലാൻഡ് റൈറ്റ് സ്കീം മുഖ്യമന്ത്രി ആവാസ് ഭൂ അധികാർ യോജന ആരംഭിച്ചത് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ്. ഒന്നുകൂടി പറയാം, തിരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വാസയോഗ്യമായ ഭൂമി സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നതിനായിട്ടുള്ള പദ്ധതി മധ്യപ്രദേശ് റെസിഡൻഷ്യൽ ലാൻഡ് റൈറ്റ് സ്കീം മുഖ്യമന്ത്രി ആവാസ് ഭൂ അധികാർ യോജന ആരംഭിച്ചത് ആരാണ്? മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ. രാജ്യത്തെ ആദ്യത്തെ താളിയോല മ്യൂസിയം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. രാജ്യത്തെ ആദ്യത്തെ താളിയോല മ്യൂസിയം എവിടെയാണ്? തിരുവനന്തപുരത്ത്. അസമിൻ്റെ കൊയ്ത്തുകാല ഉത്സവം മാഘ് ബിഹു ആണ്. അസമിൻ്റെ കൊയ്ത്തുകാല ഉത്സവം ഏതാണ്? മാഘ് ബിഹു. 2023 G20 ഉച്ചകോടിക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഇന്ത്യ. 108ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി നാഗ്പൂർ. 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് കരസ്ഥമാക്കിയ ജില്ല കോഴിക്കോട്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഇപ്പോൾ കഴിഞ്ഞു. കപ്പ് കരസ്ഥമാക്കിയത് ആരാണ്? അറിയാവുന്നവർ കമൻറ്റ് ചെയ്യും. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാം. അസമിൻ്റെ കൊയ്ത്തുകാല ഉത്സവം മാഘ് ബിഹു. തിരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വാസയോഗ്യമായ ഭൂമി സൗജന്യമായി വിതരണം ചെയ്യുന്നതിനായിട്ട് മധ്യപ്രദേശ് റെസിഡൻഷ്യൽ ലാൻഡ് റൈറ്റ് സ്കീം ആരാണ് ആരംഭിച്ചത്? മുഖ്യമന്ത്രി ആവാസ് ഭൂ അധികാർ യോജന ആരംഭിച്ചത് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ്. മധ്യപ്രദേശിലല്ലേ? ഓക്കെ. 2023 ജനുവരി 4 രാജസ്ഥാനിലെ പാലിയിൽ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ 18ാമത് ദേശീയ ജാംബോരി ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു. ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. 2023 റിപ്പബ്ലിക് ഡേ പരേഡിൽ കേരളം അവതരിപ്പിച്ച ഫ്ലോട്ടിൻ്റെ വിഷയം എന്തായിരുന്നു? സ്ത്രീ ശാക്തീകരണം. കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. പ്രവാസി ഭാരതീയ ദിവസം സമ്മേളനം നടക്കുന്ന സ്ഥലം ഇൻഡോറാണ്, മധ്യപ്രദേശ്. പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം നടന്നത് ഇൻഡോറാണ്. തഞ്ചാവൂരിൽ ഒക്ടാവ് 2023 ഉദ്ഘാടനം ചെയ്തതാരാ? തമിഴ്നാട് ഗവർണർ RN രവി. അന്തർദേശീയ പട്ടം പറത്തൽ മഹോത്സവം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ആരംഭിച്ചത് എന്നാണ്? 2023 ജനുവരി 8. MGNREGS തൊഴിലാളികൾക്ക് പെൻഷൻ നൽകാൻ ഈയിടെ വെൽഫെയർ ബോർഡ് രൂപീകരിച്ചത് എവിടെയാണ്? കേരളത്തിൽ. ഈ സ്കീം ഉപയോഗിച്ച സ്ത്രീ തൊഴിലാളികളുടെ ശതമാനം എത്രയാണ്? 57.8%. ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വുമൻസ് അസോസിയേഷൻ്റെ 13ാമത് ദേശീയ സമ്മേളനം നടന്നത് എവിടെയാണ്? തിരുവനന്തപുരത്ത്. ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വുമൻസ് അസോസിയേഷൻ 13ാമത് ദേശീയ സമ്മേളനം നടന്നത് തിരുവനന്തപുരത്ത്. ഏറ്റവും വലിയ ഓപ്പൺ എയർ തിയേറ്റർ ഫെസ്റ്റിവലായ ധനുയാത്ര 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആരംഭിച്ചു. എവിടെയാണ്? ഒഡീഷയിൽ. ഏറ്റവും വലിയ ഓപ്പൺ എയർ തിയേറ്റർ ഫെസ്റ്റിവലായ ധനുയാത്ര 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആരംഭിച്ച സംസ്ഥാനം ഒഡീഷ. അനധികൃത മദ്യ മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിനായ നിജാർ ഏത് സംസ്ഥാന പോലീസ് കമ്മീഷന്റെ പദ്ധതിയാണ്? ഛത്തീസ്ഗഡ്. ചെറുകിട ഇടത്തരം സംരംഭങ്ങളെക്കുറിച്ചുള്ള ദേശീയ സമ്മേളനത്തിൽ മികച്ച പരിശീലന മാതൃകയായി അംഗീകരിക്കപ്പെട്ട പദ്ധതി ഇയർ ഓഫ് എൻ്റർപ്രൈസസ്. ചെറുകിട ഇടത്തരം സംരംഭങ്ങളെക്കുറിച്ചുള്ള ദേശീയ സമ്മേളനത്തിൽ മികച്ച പരിശീലന മാതൃകയായിട്ട് അംഗീകരിക്കപ്പെട്ട പദ്ധതിയുടെ പേരെന്താ? ഇയർ ഓഫ് എൻ്റർപ്രൈസസ്. സഹർഷ് എന്ന പ്രത്യേക വിദ്യാഭ്യാസ പരിപാടി ആരംഭിച്ച സംസ്ഥാനം ത്രിപുര. രാജ്യത്തെ 1-ാം നമ്പർ പോലീസ് സ്റ്റേഷനായിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരഞ്ഞെടുത്തത് ഒഡീഷയിലെ 5-ാം ജില്ലയിലെ അസ്ക പോലീസ് സ്റ്റേഷനാണ്. ഒഡീഷയിലെ 5-ാം ജില്ലയിലെ അസ്ക പോലീസ് സ്റ്റേഷനാണ് രാജ്യത്തെ 1-ാം നമ്പർ പോലീസ് സ്റ്റേഷനായിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരഞ്ഞെടുത്തത്. ഇന്ത്യയിൽ ആദ്യത്തെ ഹരിത ഊർജ്ജം അടിസ്ഥാനമാക്കിയുള്ള സോളാർ പാനൽ നിർമ്മാണ പ്ലാന്റ് നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഊർജ്ജം അടിസ്ഥാനമാക്കിയിട്ടുള്ള സോളാർ പാനൽ നിർമ്മാണ പ്ലാന്റ് നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നത് ഉത്തരാഖണ്ഡിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മൂല്യനിർണ്ണയ റെഗുലേറ്ററായ പരാഗ് ആരംഭിച്ചത് NCERT ആണ്, നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. തെലങ്കാനയിലെ പെൺകുട്ടികൾക്കായിട്ട് പ്രൊജക്ട് ആസ്പിരേഷൻ ആരംഭിച്ചത് വോക്സൈൻ യൂണിവേഴ്സിറ്റി.
തെലങ്കാനയിലെ പെൺകുട്ടികൾക്കായിട്ട് പ്രോജക്റ്റ് ആസ്പിരേഷൻ ആരാണ് ആരംഭിച്ചത്? വോക്സൈൻ യൂണിവേഴ്സിറ്റി. പെൺകുട്ടികൾക്കായിട്ടുള്ള ലാഡ്ലി ലക്ഷ്മി യോജന പെൺകുട്ടികൾക്കായിട്ടുള്ള ലാഡ്ലി ലക്ഷ്മി യോജനയുടെ വിജയത്തെ തുടർന്ന് സ്ത്രീകൾക്കായിട്ട് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? ലാഡ്ലി ബെഹന യോജന. ഒന്നുകൂടി പറയാം, പെൺകുട്ടികൾക്കായിട്ടുള്ള ലാഡ്ലി ലക്ഷ്മി യോജന അതിൻ്റെ വിജയത്തെ തുടർന്ന് സ്ത്രീകൾക്കായിട്ട് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? ലാഡ്ലി ബെഹന യോജന. കേന്ദ്ര ഡിറ്റക്റ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തറക്കല്ലിട്ടത് അമിത്ഷായാണ്. അത് കർണാടകയിലാണ്. കേന്ദ്ര ഡിറ്റക്റ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വരാൻ പോകുന്നത് എവിടെയാണ്? കർണാടകയിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്തത്? കൊൽക്കത്തയിലെ ജോക്കയിൽ. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊൽക്കത്തയിലെ ജോക്കയിൽ. ഭൂമിയുടെ ഉടമസ്ഥ അവകാശ രേഖകൾ അല്ലെങ്കിൽ ഹക്കു പത്രം എന്ന് പറയും. ഭൂമിയുടെ ഉടമസ്ഥ അവകാശ രേഖകൾ അല്ലെങ്കിൽ ഹക്കു പത്രം പ്രധാനമന്ത്രി മോദി വിതരണം ചെയ്തത് എവിടെയാണ്? ബഞ്ചാറാസിൽ. നാഷണൽ മീഡിയ സെൻറ്ററിൽ വെച്ച് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പ്രകാശനം ചെയ്ത ദേശീയ ശാസ്ത്രദിന പ്രമേയം എന്തായിരുന്നു? ഗ്ലോബൽ സയൻസ് ഫോർ ഗ്ലോബൽ വെൽബീയിങ് എന്നുള്ളതായിരുന്നു പ്രമേയം. നാവികസേനയുടെ 2023 റിപ്പബ്ലിക് ദിന ടാബ്ലോയുടെ പ്രമേയം എന്തായിരുന്നു? നാരി ശക്തി അഥവാ സ്ത്രീ ശക്തി. നമുക്കൊന്ന് റിവൈസ് ചെയ്യാം പെട്ടെന്ന്, ചില ക്വസ്റ്റ്യൻസ് മാത്രം പെട്ടെന്ന് റിവൈസ് ചെയ്യാം. ഇന്ത്യയിലെ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കേരളം. ഭരണഘടനാ സാക്ഷരത കൈവരിച്ച ആദ്യത്തെ ജില്ല കൊല്ലമാണ്. ആദ്യത്തെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ കുളത്തൂപ്പുഴ. മുഴുവൻ ഗോത്രവർഗ്ഗക്കാർക്കും ആവശ്യരേഖകൾ ഉറപ്പാക്കിയ ആദ്യ ജില്ല വയനാട്. വിദ്യാർത്ഥികളുടെ സ്കൂൾ ബസ് യാത്ര നിരീക്ഷിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ ആപ്പിൻ്റെ പേരെന്താ? വിദ്യാ വാഹൻ. റവന്യൂ പോലീസ് സംവിധാനം നിർത്തലാക്കിയ സംസ്ഥാനം ഏതാ? ഉത്തരാഖണ്ഡാണ്. അസമിൻ്റെ കൊയ്ത്തുകാല ഉത്സവത്തിൻ്റെ പേര് മാഘ് ബിഹു. രാജ്യത്തെ ആദ്യത്തെ താളിയോല മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. താളിയോല മ്യൂസിയം തിരുവനന്തപുരത്ത്. സഹർഷ് എന്ന പ്രത്യേക വിദ്യാഭ്യാസ പരിപാടി ആരംഭിച്ച സംസ്ഥാനം ത്രിപുര. കേന്ദ്ര ഡിറ്റക്റ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എവിടെയാണ് വരുന്നത്? എവിടെയാണ് തറക്കല്ലിട്ടത്? കർണാടകയിൽ. തുടർന്ന് പഠിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2023 ജനുവരി 13 ഉദ്ഘാടനം ചെയ്ത ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്ന് അസമിലെ ദിബ്രുഘട്ടിലേക്ക് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റിവർ ക്രൂയിസ് ഏതാണ്? ഗംഗാ വിലാസ്. ഈ വാരണാസിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ദൈർഘ്യമേറിയ റിവർ ക്രൂയിസിൻ്റെ ഉദ്ഘാടനം നടന്നു പറഞ്ഞില്ലേ? അതിൻ്റെ ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ലോഞ്ച് ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിച്ച ഒരു ഗ്രാൻഡ് കർട്ടൻ റേസർ കൾച്ചറൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് സുർ സരിത സിംഫണി ഓഫ് ഗംഗ എന്നാണ്. സുർ സരിത സിംഫണി ഓഫ് ഗംഗ. റെഡ് ഫോർട്ടിലെ ലോൺസിൽ ടൂറിസം മന്ത്രാലയം സംഘടിപ്പിച്ച 6 ദിവസത്തെ മെഗാ ഇവൻറ്റിൻ്റെ പേരെന്താ? ഭാരത് പർവ്. റെഡ് ഫോർട്ട് ലോൺസിൽ ടൂറിസം മന്ത്രാലയം സംഘടിപ്പിച്ച 6 ദിവസത്തെ മെഗാ ഇവൻറ്റിൻ്റെ പേര് ഭാരത് പർവ്. സുസ്ഥിര പരിശീലനത്തിലൂടെയും സാമ്പത്തിക പിന്തുണയിലൂടെയും ചെറുകിട സ്ത്രീ ഉൽപ്പാദകരുടെ പങ്ക് ശക്തിപ്പെടുത്തുന്നതിനായിട്ട് ഇന്ത്യയിൽ പെപ്സിക്കോ ഫൗണ്ടേഷൻ ആരംഭിച്ച പരിപാടിയുടെ പേരെന്താ? ഷീ ഫീഡ്സ് ദ വേൾഡ്. ന്യൂഡൽഹിയിലെ നാഷണൽ ലോജിസ്റ്റിക്സ് പോർട്ടൽ ഉദ്ഘാടനം ചെയ്ത് ശ്രീ സർബാനന്ദ സോനോവാളാണ്. ന്യൂഡൽഹിയിലെ നാഷണൽ ലോജിസ്റ്റിക്സ് പോർട്ടൽ ഉദ്ഘാടനം ചെയ്തത് സർബാനന്ദ സോനോവാൾ. കുറച്ച് ഡിഫൻസ് ന്യൂസ് പഠിക്കാം. സുഖോയ് യുദ്ധവിമാനത്തിൽ പൈലറ്റാകുന്ന ഇന്ത്യയിലെ ആദ്യ വനിതാ പൈലറ്റ് അവനി ചതുർവേദി. സോളോ സോർട്ടി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. സുഖോയ് യുദ്ധവിമാനത്തിൽ പൈലറ്റാകുന്ന ഇന്ത്യയിലെ ആദ്യ വനിതാ പൈലറ്റ് അവനി ചതുർവേദി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ ആദ്യ വനിതാ ഓഫീസറായിട്ട് ചുമതലയേറ്റത് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ ആദ്യ വനിതാ ഓഫീസറായിട്ട് ചുമതലയേറ്റതാരാ? ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ വൈസ് മേധാവിയായി നിയമിതനാകുന്നത് AP സിംഗ്. പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പൽ കമലാദേവി.
പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പൽ കമലാദേവി. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള 21ാമത് നാവിക അഭ്യാസം വരുണ. ഇനി നമുക്ക് അവാർഡ്സ് പഠിക്കാം. 2022 ഓടക്കുഴൽ അവാർഡ് ആർക്കാണ് കിട്ടുന്നത്? അംബിക സുധൻ മങ്ങാട്, കൃതി പ്രാണവായു. നമ്മൾ 2022 അവാർഡ്സിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ചാനലിലുണ്ട്. കോഡ് ഉൾപ്പെടെ നമ്മുടെ കോഡ് ഇതായിരുന്നു: അംബികയ്ക്ക് പ്രിയപ്പെട്ട അംബികയുടെ പ്രാണവായുവായ ഓടക്കുഴൽ ബുധനാഴ്ച സാറ എടുത്തുകൊണ്ട് പോയി എന്നായിരുന്നു നമ്മുടെ ഓടക്കുഴൽ അവാർഡിൻ്റെ കോഡ്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കോഡ് വെച്ച് തന്നെ പഠിക്കാൻ പറ്റും. ഓക്കെ, 2022 ഓടക്കുഴൽ അവാർഡ് തിരഞ്ഞെടുക്കപ്പെട്ട എഴുത്തുകാരനാരാണ്? അംബിക സുധൻ മങ്ങാട്. കൃതി ഏതാണ്? പ്രാണവായു. 2022 ആഗോള നേതൃത്വത്തിനുള്ള അവാർഡ് ഹാർവാർഡ് ലോ സ്കൂൾ സെൻറ്റർ ഓൺ ദി ലീഗൽ പ്രൊഫഷൻ നൽകിയത് ആർക്കാണ്? ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്. ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ വെച്ച് 2022 ഏറ്റവും വിശിഷ്ട ശാസ്ത്രജ്ഞൻ എന്ന പുരസ്കാരം ലഭിച്ചത് R വിഷ്ണുപ്രസാദിന്. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ കമ്മിറ്റി നൽകുന്ന വിദ്യാഗോപാല മന്ത്രാർച്ചന പ്രഥമ പുരസ്കാരം ലഭിച്ചത് ഉണ്ണി മുകുന്ദൻ. ജയ്പൂർ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ 15ാം പതിപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിക്കപ്പെട്ട നടി അപർണ സെൻ. മികച്ച ഒറിജിനൽ സോങ് വിഭാഗത്തിൽ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് RRRലെ നാട്ടു എന്ന ഗാനത്തിനാണ്. RRR സംവിധാനം ചെയ്തത് SS രാജമൗലി. ഇനി നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കാം. 750 സ്കൂൾ പെൺകുട്ടികൾ നിർമ്മിച്ച സ്പേസ് കിഡ്സ് ഇന്ത്യയുടെ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് ISRO ആണ്. 750 സ്കൂൾ പെൺകുട്ടികളാണ് നിർമ്മിച്ചത്. സ്പേസ് കിഡ്സ് എന്നാണ് അതിൻ്റെ പേര്. ആ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് ISRO. ISROയുടെ ശുക്രയാൻ 1 ദൗത്യം എന്നത്തേക്ക് മാറ്റിയതായിട്ടാണ് റിപ്പോർട്ട്? 2031 മാറ്റിയതായിട്ടാണ് റിപ്പോർട്ട്. നാഷണൽ ജീനോം എഡിറ്റിംഗ് ആൻഡ് ട്രെയിനിങ് സെൻറ്റർ എവിടെയാണ്? കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്തത് പഞ്ചാബിലെ മൊഹാലിയിൽ. സ്റ്റാർട്ടപ്പ് സ്ഥാപനമായ IG ഡ്രോൺസ് വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ 5G ഡ്രോൺ ഏതാണ്? സ്കൈ ഹോക്ക്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ സൗരയൂഥത്തിലേക്കുള്ള മനുഷ്യരാശിയുടെ സംരംഭം JUICE ജൂസ് എന്താണ്? ജൂപ്പിറ്റർ IC മൂൺസ് എക്സ്പ്ലോറർ. അതാണ് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ സൗരയൂഥത്തിലേക്കുള്ള മനുഷ്യരാശിയുടെ സംരംഭം JUICE ജൂസ്, ജൂപ്പിറ്റർ IC മൂൺസ് എക്സ്പ്ലോറർ. മദ്രാസ് IIT വികസിപ്പിച്ച മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരെന്താണ്? ഭാരോസ്. എഴുതുന്നത് ഇങ്ങനെയാണ്: ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കൽവാരി ശ്രേണിയിൽപ്പെട്ട 5ാം അന്തർവാഹിനി IMS വാഗിർ. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ ഇവ. ബുക്സ് ആൻഡ് ഓതേഴ്സ് നോക്കാം. ബ്രേക്കിംഗ് ബാരിയേഴ്സ്, സ്റ്റോറി ഓഫ് എ ദളിത് ചീഫ് സെക്രട്ടറി ആരുടെ പുസ്തകമാണ്? കാക്കി മാധവറാവ് IASന്റെ പുസ്തകമാണ് ബ്രേക്കിംഗ് ബാരിയേഴ്സ്, സ്റ്റോറി ഓഫ് ദി ദളിത് ചീഫ് സെക്രട്ടറി. ചിമ്മിനിവെട്ടം ബാലസാഹിത്യ പുരസ്കാരം നേടിയ കവിതയാണ്. 2022 ബാലസാഹിത്യ പുരസ്കാര അവാർഡ് നേടിയ കവിതയാണ് ചിമ്മിനിവെട്ടം. ആരാണ് ആ കവിത രചിച്ചത്? മനോജ് മണിയൂറിൻ്റെ ചിമ്മിനിവെട്ടം എന്ന കവിതയ്ക്കാണ് 2022 ബാലസാഹിത്യ പുരസ്കാരത്തിൽ മികച്ച കവിതയ്ക്കുള്ള അവാർഡ് കിട്ടുന്നത്. അമ്മ മണമുള്ള കനവുകൾ എന്ന നോവൽ രചിച്ചത് ആരാണ്? EN ഷീജയുടെയാണ് അമ്മ മണമുള്ള കനവുകൾ എന്ന നോവൽ. ഈ നോവലാണ് 2022 ബാലസാഹിത്യ പുരസ്കാരം നേടിയിട്ടുണ്ട്. മികച്ച നോവൽ വിഭാഗത്തിൽ EN ഷീജയുടെ അമ്മ മണമുള്ള കനവുകൾ. കിതാബ് കൊൽക്കത്ത പരിപാടിയിൽ പ്രകാശനം ചെയ്ത ശശി തരൂരിൻ്റെ ഏറ്റവും പുതിയ പുസ്തകം അംബേദ്കർ എ ലൈഫ്. റോളർ കോസ്റ്റർ ആൻഡ് അഫെയർ വിത്ത് ബാങ്കിങ് ആരുടെ പുസ്തകമാണ്? തമാൽ ബന്ദോപാധ്യായയുടെ പുസ്തകമാണ് റോളർ കോസ്റ്റർ ആൻഡ് അഫെയർ വിത്ത് ബാങ്കിങ് എന്നത്. തമാൽ ബന്ദോപാധ്യായയുടെ പുസ്തകമാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. സ്റ്റാർട്ടപ്പ് സ്ഥാപനമായ IG ഡ്രോൺസ് വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ 5G ഡ്രോൺ ഏതാണ്? സ്കൈ ഹോക്ക്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ സൗരയൂഥത്തിലേക്കുള്ള മനുഷ്യരാശിയുടെ സംരംഭം ജൂപ്പിറ്റർ IC മൂൺസ് എക്സ്പ്ലോറർ. മദ്രാസ് IIT വികസിപ്പിച്ച മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഭാരോസ്. മികച്ച ഒറിജിനൽ സോങ് വിഭാഗത്തിൽ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് RRRലെ നാട്ടു എന്ന ഗാനത്തിന്. ജയ്പൂർ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ 15ാം പതിപ്പിൽ ഉദ്ഘാടന ചടങ്ങിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകിയതാർക്കാണ്? അപർണ സെന്നിന്. മികച്ച ശാസ്ത്രജ്ഞൻ എന്ന പുരസ്കാരം നേടിയതാരാണ്? ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടന്ന ചടങ്ങിൽ ആർക്കാണ് ആ സമ്മാനം നൽകിയത്? R വിഷ്ണുപ്രസാദിന്. ഓടക്കുഴൽ അവാർഡ് അംബിക സുധൻ മങ്ങാട് പ്രാണവായുവിന്.
ഇന്ത്യയുടെ വ്യോമസേന പുതിയ വൈസ് മേധാവിയായി നിയമിതനായത് AP സിംഗ്. പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലിൻ്റെ പേരെന്താ? കമല ദേവി. സുഖോയ് യുദ്ധവിമാനത്തിൽ പൈലറ്റായ ആദ്യത്തെ ഇന്ത്യൻ വനിതാ പൈലറ്റ് ആരാണ്? അവനി ചതുർവേദി. റെഡ് ഫോർട്ട് ലോൺസിൽ ടൂറിസം മന്ത്രാലയം സംഘടിപ്പിച്ച 6 ദിവസത്തെ മെഗാ ഇവൻറ്റിൻ്റെ പേരെന്തായിരുന്നു? ഭാരത് പർവ്. ഗംഗാ വിലാസ് ഓർത്തു വയ്ക്കണം. കൾച്ചറൽ പ്രോഗ്രാം കോട്ടൺ റൈസർ പ്രോഗ്രാമിൻ്റെ പേര് സുർസരിത സിംഫണി ഓഫ് ഗംഗ. ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖകൾ അല്ലെങ്കിൽ ഹക്കുപത്രം പ്രധാനമന്ത്രി മോദി വിതരണം ചെയ്തത് ബഞ്ചാരാസ്. കേന്ദ്ര ഡിറ്റക്റ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കർണാടക. പെൺകുട്ടികൾക്കായിട്ട് ഉള്ള പ്രോജക്റ്റ് ആസ്പിരേഷൻ തെലങ്കാനയിൽ ആരംഭിച്ചതാരാണ്? വോക്സൈൻ യൂണിവേഴ്സിറ്റി. സഹർഷ് എന്ന പദ്ധതി വിദ്യാഭ്യാസ പരിപാടിയാണ് ആരംഭിച്ചത് ത്രിപുര. ധനുയാത്ര 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സംഘടിപ്പിച്ചത്. ധനുയാത്രയുടെ പ്രത്യേകത എന്താ? ഏറ്റവും വലിയ ഓപ്പൺ എയർ തിയേറ്റർ ഫെസ്റ്റിവലാണ്, ഒഡീഷയിലാണ്. താളിയോല മ്യൂസിയം എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? തിരുവനന്തപുരത്ത്. ആസാമിലെ കൊയ്ത്തുകാല ഉത്സവത്തിൻ്റെ പേര് മാഘ് ബിഹു. ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കേരളം. ഭരണഘടനാ സാക്ഷരത കൈവരിച്ച ജില്ല കൊല്ലം. പഞ്ചായത്ത് കുളത്തൂപ്പുഴ. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളം. മുഴുവൻ ഗോത്രവർഗ്ഗക്കാർക്കും ആവശ്യരേഖകൾ ഉറപ്പാക്കിയ കേരളത്തിലെ ആദ്യ ജില്ല വയനാട്. വിദ്യാർത്ഥികളുടെ യാത്ര ബസ് യാത്ര നിരീക്ഷിക്കാനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ ആപ്പ് എന്താ? വിദ്യാവാഹൻ. റവന്യൂ പോലീസ് സംവിധാനം നിർത്തലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. അപ്പോൾ ജനുവരി 2023 പാർട്ട് 1 ആണിത്. പാർട്ട് 2 ചെയ്യാം. അപ്പോൾ നിങ്ങൾ കാണുമല്ലോ, സപ്പോർട്ട് ചെയ്യണം, പഠിക്കണം കൂടെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ്. ഈ റിവിഷനും കൂടി നിങ്ങൾക്ക് ഫലമുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.